ഇതാണ് പട്ടിണിപ്പാറ. ഇവിടെയുള്ള അഗ്രഹാരത്തിലെ കുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ എല്ലാ ദിവസവും അടിച്ചു വാളുവെക്കലാണ് പതിവ്. ഇവിടെ വെള്ളമടിക്കാത്തവരായി ആരും തന്നെ ഇല്ല. നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം. മോനെ നീ എന്താ ഇങ്ങനെ? മോനെ നീ നേരെ നീ ഇങ്ങനൊന്നും ആവണ്ടല്ലോടാ. നീ നല്ലൊരു കുടിയനായി കാണണം അച്ഛനെ. നിനക്ക് ഞാനൊരു അഡ്മിഷൻ ശരിയാക്കുന്നുണ്ട് കോളേജ് ഓഫ് ബ്യൂറോ ടെക്നോളജിയിൽ. നീ അവിടെ പോയി പഠിക്കണം. നല്ല കമ്പനി പിള്ളേർ കിട്ടും. നീ അവിടെ പോയി പഠിക്കുക. നല്ലൊരു കുടിയനാണ്. എന്നിട്ട് വേണോ അച്ഛന് സമാധാനം ഇപ്പൊ കടിക്കാൻ. അതാ എനിക്ക് വേണ്ടതാ. കറക്റ്റ്. ഏതാടാ ഈ പുതിയ മുഖം? കണ്ടിട്ട് നല്ല വെള്ളവടിക്കാരനാന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്, വൈകിട്ട് വിളിക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ റമ്മിനൊക്കെ നാടൻ മാറ്റം തന്നെയല്ലേ? എന്തുട്ടടാ പരിപാടി? കൊളാലോ വെള്ളോടിയാ? ഒന്നുമില്ല കേട്ടാ, വെറുതെ ഒരു പെണ്ണ്. നീ ഒരു കാര്യം ചെയ്യ്, മുകളിലും വെള്ളോടി ഉണ്ട്, അങ്ങോട്ട് പോര്. സീനിയേഴ്സ് അന്വേഷിക്കുന്നുണ്ട്. ഒരു കേട്ടോ, ഞാൻ വന്നേക്കാം. ഒരു കാര്യം ചെയ്യാളിയാ, ഞാൻ പോയിട്ട് വരാം. ഇല്ലെങ്കിൽ അവന്മാര് വെറുതെ ചോറി. അളിയാ ഇന്നലെ അടിച്ചത് വ്യാജന കേട്ടു. ഉമ്മ മുടിഞ്ഞ തലവേദന. ഞാൻ പറഞ്ഞതാ കാട്ടക്കട ജവാൻ എടുത്താ മതി. നീ ചുമ്മാ ഓരോന്ന് എടുത്തോ. അവനെ തമ്മേരിങ്ങനെ ടൈപ്പല്ലോ. വരാൻ ഇത്തിരി മടിയുണ്ട്. കേടി. എന്താടാ അവന്റെ പേര്? നായ പെണ്ണോ കൂട്ട പെണ്ണോ അങ്ങനെ ഏണ്ടൊക്കെയാ പറ. ചേട്ടൻ വിളിച്ചെന്ന് പറഞ്ഞു. വന്ന അന്ന് തന്നെ തുടങ്ങിയോടാ ആടി, അതും റൂമിലിരുന്ന്. ഒന്നുമില്ല ഏട്ടാ, ഒരു ഫുള്ളിരുന്നു, അത് തീർക്കാന്ന് വിചാരിച്ച. ഒരു ഫുള്ളൊക്കെ നീ ഒറ്റയ്ക്ക് അടിക്കുവോ, അതോ വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണോടാ? പറ, ചേട്ടന്മാരോട് അറിയട്ടെ. പറടാ കുട്ടാ. ചേട്ടാ, ഞാൻ 290 അടിച്ചുള്ളൂ. മുഴുവൻ അടിക്കാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. എന്നാ ഇതൂടെ അങ്ങ് അടിയടാ. എന്താടാ ഇത് പിടിച്ചില്ലേ? ചത്തെന്നാ തോന്നുന്നേ. കളഞ്ഞിട്ട് വാടാ. എഴുന്നേക്കാം.
കളിക്കാൻ കാര്യം മോനെ നിനക്കെന്തൊരു വിഷമോ? ഒന്നുമില്ല അച്ഛാ, ഞാൻ നശിച്ച കോളേജിലേക്ക് അടിച്ച് വാട് വെക്കാനില്ല. നീ പോണം, നീ പോയി നല്ലൊരു കുടിയനാണല്ലോ. ഇല്ല അച്ഛാ, എനിക്ക് വയ്യ, അവിടെ ഒരു സ്വസ്ഥതയില്ല. നിന്റെ വിഷമൊക്കെ ഞാൻ മാറ്റാം. ഇത് നോക്കി നല്ല സ്വയം അമ്മ എവിടെ നോക്കിച്ച അച്ഛാ ഇത്? അതൊക്കെ കിട്ടണ മോനെ. നീ ഇതിനൊരു പെഗ് നേടി, നീ എന്നിട്ട് പോയി കോളേജിൽ അടിച്ച് പൊളിച്ചു വാളുന്നില്ല. ശരി അച്ഛാ, നല്ല കുടിയനാണ്. അല്ല, എങ്ങോട്ടാടാ? അത് ചേട്ടാ, അത് നിന്നോട് ഇതിനകത്തോട്ട് കയറിയേക്കല്ലെന്നല്ലേ പറഞ്ഞേക്കുന്നേ? ആ, എന്തായാലും വന്നതല്ലേ, ക്ലാസ്സിന് കയറ്. ചെല്ല്, പിന്നെ ഹോസ്റ്റലിൽ വെച്ച് എടുത്തോളാം. കയറടാ. അവനെ ഇതുവരെ കണ്ടില്ലല്ലോടാ. ദേ വരുന്നുണ്ട്. ഇത്രയും കിട്ടിയിട്ട് നീ പിന്നെയും വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജാതക ദോഷമാ. എന്താണോ നോക്കി പേടിപ്പിക്കുന്നത്? വെള്ളമടിച്ച് തോപ്പിക്കാനോ ഷൈൻ ചെയ്ത് കാണിക്കാനോ വന്നതല്ല ഞാൻ. മര്യാദയ്ക്ക് കുടിച്ചൊരു നല്ല വെള്ളമടിക്കാനാകാൻ വന്നതാ. എതിർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ. ഹലോ മോനെ, ഈ ബിവറേജ് കോളേജിന്റെ ഹോസ്റ്റൽ എവിടെയാണ്? കുട്ടപ്പൻ്റെ അച്ഛനല്ലേ? നേരെ അടിച്ചു കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ആ, വലിയ പേര് മോനെ. മോനെ, ഈ കുട്ടപ്പന്റെ റൂം ഏതാ? കുട്ടപ്പൻ? ഏത് കുട്ടപ്പൻ? ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടപ്പനില്ലേ, ഇച്ചിരി കുടിക്കുന്ന പയ്യൻ? എന്താ കാര്യം? ഇല്ല മോനെ, ചുമ്മാ അവനെ കാണാൻ ഇറങ്ങിയ. ഞാൻ അവന്റെ അച്ഛനാ. ഓ ഷിജു, ഇത് നമ്മുടെ കുട്ടപ്പന്റെ തന്തയാ? ഇത് അവനെന്നെ കൊണ്ടുവന്ന ഞങ്ങളുടെ അഗ്രഹാരത്തിൽ വരും നാടൻ വാറ്റ. എന്താ അമ്മാവാ? ഇതെന്താ വാറ്റോ? ആ, അഗ്രഹാരത്തിൽ വാറ്റാ മോനെ. ആ, എന്തായാലും കൊള്ളാം. ഞങ്ങളിതങ്ങ് എടുക്കുക. അയ്യോ, അത് കൊണ്ടുപോകാം, അത് കുട്ടപ്പനുണ്ട് കൊണ്ടുവന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഇത് ഞങ്ങളും പിള്ളേരോട് അങ്ങ് അടിച്ചേക്കാം. കുട്ടപ്പനൊക്കെ പിന്നെ കൊടുക്കാം. അയ്യോ മോനെ, കുറെ നാൾ അവരുടെ കമ്പനി പോയിട്ട്. ഓ വേണ്ട, അവനുണ്ട് കൊണ്ടുവന്നു. വേണ്ടമ്മാവാ. അയ്യോ അയ്യോ, കൊണ്ടുപോലും മോനെ. തന്നോടല്ലോടോ കളവ് പറഞ്ഞേ? കൊണ്ടുപോലും മോനെ, കഷ്ടമുണ്ട് മോനെ, കൊണ്ടുപോലും മോനെ. രണ്ട് പെഗ് അടിക്കാതെ കളിക്കാൻ ഒരു സുഖമില്ല. രണ്ട് പെഗ് അടിക്കാം, പാടാ. രാവിലെ എനിക്കും വലിയ മൂടൊന്നുമില്ല. എന്നാ
അടിക്കാൻ വെച്ചിരിക്കുന്ന കുപ്പി എടുത്തോണ്ട് പോകുമ്പോഴുള്ള എണ്ണം നീ അറിയണം. അതിന് നിന്റെ ഈ കുപ്പി ഞാൻ ഇപ്പൊ എടുക്കുക. നീ ധൈര്യം ഉണ്ടെ തകടാ. നീടാ അവനെ നമുക്ക് വെളിയിൽ വെച്ച് കിട്ടും. പോട്ടെ പോട്ടെ. അടിയാ എടാ, ഞാൻ ഒരു ജവാൻ എടുത്തോളൂ. പുറം കൂടെ എടുക്കണോ? വെറുതെ അടിച്ച് വാള് വെക്കരുത്. പൈസ ഒന്നും കുഴപ്പമില്ല, ഉണ്ട് എടുക്കണോ? ശരിടാ ബൈ. ഓക്കെ എടുത്തേക്കാം. ഏതാണ്ട് അവനല്ലേ? നിക്കടാ. അടുത്തോട്ട് കേട്ടടാ. ഞാൻ എങ്ങോട്ട് നോക്കടി വണ്ടി ഓടിക്കുന്നു. ഉമ്മ തനിക്കൊന്ന് ശ്രദ്ധിച്ചുകൂടി. എടുത്തോണ്ട് നോക്കി. എടുത്തോണ്ട് എങ്ങോട്ട് നോക്കിയാണ് പോന്നെ? അവനെ കിട്ടിയില്ലല്ലോ. അടുത്ത് കിട്ടിയിട്ട് നാശം പിടിക്കാൻ. മിസ്സായി. ഞായറാഴ്ചയല്ലേ, അവളെയും കൊണ്ട് ഇന്ന് പുറത്ത് പോയേക്കാം. അതിന് മുമ്പ് 2 എണ്ണം അടിക്കാം. തണ്ണി തൊട്ടി തേടി വന്ന കുട്ടിയ. ഈ ഗ്ലാസ് മതി. വയ്യ രാവിലെ. വയ്യ. ഇതാരടിച്ചു? അച്ഛൻ കൊടുത്തു വിട്ട സ്കോച്ച്. അതെവിടാ വെച്ചേ? നാശം. ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ഇവിടെ ആണല്ലോ വെച്ച്. ഫ്രീസറിലാണ്. അവന്മാരിനിയും വല്ലോ അടിച്ചോ എടുത്ത്? അവന്മാരടിക്കൂ. അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അതെടുത്തോണം. ഈ നാശത്തെ വിളിച്ചാലും കിട്ടത്തില്ല ഒരിക്കലും. ഭണ്ഡാരം അടങ്ങാൻ ആകെ ഒരു ഞായറാഴ്ച. ഇതാരാ? ഓപ്പ്. ഹലോ, ആരാ? എന്താ വേണം? അച്ഛൻ കൊടുത്തു വിട്ട സ്കോച്ച് തിരയായിരിക്കും. പേടിക്കണ്ട, സാധനം എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ടൗണിലെ ആ ഒഴിഞ്ഞ ഹോളി വാ. ഞാൻ വരാം. എനിക്കെൻ്റെ സ്കോച്ച് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ വെച്ചേക്കില്ല നിന്നെ ഞാൻ. നിനക്കറിയാമല്ലോ നിന്റെ അച്ഛനോട് ചെയ്തത് അത് തന്നെ. വിളിച്ചു വരുത്തത് ഈ കുപ്പി തിരിച്ചു തരാൻ വേണ്ടിട്ടല്ല. നിന്റെ ഈ നശിച്ച വെള്ളവടി ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാ. എന്റെ വെള്ളവടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാ. ഞാൻ തിരിച്ചു കയറ്റാം. പക്ഷേ എൻ്റെ ഈ നശിച്ച വെള്ളവടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. പറ്റുമോ നിനക്ക്? വെള്ളവടി എൻ്റെ ചോരയിലുള്ളതാണ്. നിന്റെ ഔദാര്യമായി തരുന്ന വെള്ളവടിയില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട.